എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് വൈശാഖ മാസത്തിലെ ഷഷ്ടി ദിവസമാണ്. വൈശാഖ മാസം തന്നെ വളരെയധികം പുണ്യമാസമായിട്ടാണ് സനാതനധർമ്മത്തിൽ നമ്മൾ കണക്കാക്കുന്നത്. ഷഷ്ടിയും ഏറെ പുണ്യമായിട്ടുള്ളൊരു തിഥിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് രണ്ടും കൂടെ സമ്മേളിച്ചു വരുന്ന ഇന്നേ ദിവസം അതുകൊണ്ട് തന്നെ അത്രയധികം പവിത്രമായിട്ടുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ കഥേമമ്മയിൽ ഇന്നത്തെ ദിവസം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വൈശാഖ ഷഷ്ടിയുടെ മാഹാത്മ്യത്തെ കുറിച്ചാണ്. വൈശാഖ മാസം എന്ന് വിളിക്കപ്പെടുന്ന ഈ മാസത്തിന് നിരവധിയായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഭഗവാൻ നാരായണൻ്റെ പ്രസിദ്ധമായിട്ടുള്ള അവതാരങ്ങൾ നരസിംഹാവതാരം, ബലരാമാവതാരം, പരശുരാമാവതാരം ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ സമയത്താണ്. ഒപ്പം തന്നെ മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ മഹാഭാരത രചന ഉണ്ടായിട്ടുള്ളത്, ഗംഗാവതരണം ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ തന്നെ ഈ ഒരു സമയത്താണ്. ശങ്കര ജയന്തി വരുന്നത് ഈ സമയത്താണ്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിശേഷപ്പെട്ട അവസരങ്ങളാണ് വൈശാഖ മാസത്തിലുള്ളത്. വൈശാഖ മാസത്തിലെ വിശാഖം നക്ഷത്രം, ഈ വിശാഖം നക്ഷത്രം വളരെയധികം വിശേഷപ്പെട്ട ഒരു ദിവസമായിട്ടാണ് കണക്കാക്കാറുള്ളത്. പൊതുവിൽ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു നക്ഷത്രമായിട്ട് നമ്മൾ പൂയം പറയാറുണ്ടെങ്കിലും ജ്യോതിഷ സംബന്ധമായിട്ട് ഭഗവാന് നക്ഷത്രമായിട്ട് കണക്കാക്കാറുള്ളത് വിശാഖാണ്. വൈശാഖ് എന്ന് പേരുള്ളത് പോലും മുരുകനാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ വൈശാഖ മാസത്തിലെ ഷഷ്ടി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇന്നേ ദിവസം ഷഷ്ടി വ്രതം എടുക്കുന്ന ആളുകൾക്ക് ഒരേ സമയം സുബ്രഹ്മണ്യസ്വാമിയുടെയും അതേസമയം ഭഗവാൻ നാരായണൻ്റെയും കൃപ ഉണ്ടാകും എന്നാണ് വിശ്വാസം. ഷഷ്ടി വ്രതം എല്ലാ മാസവും നമ്മൾ എടുക്കാറുണ്ടെങ്കിലും വൈശാഖ മാസത്തിൽ ആ ഷഷ്ടിക്ക് കുറച്ചുകൂടെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ഷഷ്ടിക്ക് പുറകിലുള്ള രസകരമായിട്ടുള്ളൊരു കഥയാണ് ഇന്നത്തെ കഥേമമ്മയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഷഷ്ടി പ്രധാനമായിട്ടും സുബ്രഹ്മണ്യസ്വാമിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്രതാനുഷ്ഠാനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുണ്ടാവാൻ കാരണമായിട്ടുള്ളൊരു കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പൊതുവിൽ ഷഷ്ടി വ്രതം എടുക്കുക അമ്മമാരാണെന്നാണ് പറയുക. മക്കളുടെ സൗഖ്യത്തിന് വേണ്ടി, മക്കൾക്ക് ഏറ്റവും നല്ല തരത്തിലുള്ളൊരു ജീവിതം കിട്ടാൻ വേണ്ടി അമ്മമാരെടുക്കുന്ന വ്രതമാണത്രേ ഷഷ്ടി. അങ്ങനെയല്ല, തിരിച്ച് മക്കൾക്കും ഷഷ്ടി വ്രതം എടുക്കാം കേട്ടോ. എങ്കിലും അമ്മമാർക്ക് എടുക്കാനാണ് താല്പര്യം കൂടുതൽ. അതിന് പുറകിൽ വരുന്നൊരു കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും പ്രസിദ്ധമായിട്ടുള്ള ഭഗവാന്റെ ഒരു പേര്, മുരുകൻ്റെ ഒരു പേര് എല്ലാവർക്കും അറിയാവുന്നൊരു പേരാണ് സ്വാമിനാഥൻ എന്നുള്ള പേര്. തൻ്റെ അച്ഛന് ഓംകാരത്തിൻ്റെ അർത്ഥം ഭഗവാൻ ആ വലത്തെ തോളിൽ കയറി ഇരുന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ്. മഹാദേവന് പോലും ഭഗവാൻ ഓംകാരത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു എന്ന് പറയാറുണ്ട്. എന്തു തന്നെ ആയാലും ഈ ഒരു രംഗമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പായിട്ട് ഈ സുബ്രഹ്മണ്യസ്വാമി ഓംകാരത്തിൻ്റെ അർത്ഥം ചോദിച്ച അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബ്രഹ്മാവ് എന്നാണ്. കഥ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ബ്രഹ്മാവിന് ഓംകാരത്തിൻ്റെ അർത്ഥം വേണ്ട രീതിയിൽ മുരുകന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല. ഓംകാരത്തിൻ്റെ അർത്ഥം അറിയാത്ത അങ്ങ് സൃഷ്ടി നടത്തണ്ട എന്ന് പറഞ്ഞ് ആ കുട്ടി മുരുകൻ ബ്രഹ്മാവിനെ ക്രൗഞ്ച പർവ്വതങ്ങളിൽ ഒന്നിൽ തടവിലിട്ടു എന്ന് പറയാറുണ്ട്. അതിനുശേഷമാണ് തിരിച്ച് ഭഗവാൻ കൈലാസത്തിലേക്ക് വരുന്നതും അച്ഛന് ഓംകാരത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നതും. അമ്മ അത് നോക്കിക്കാണുന്ന സമയത്ത് എൻ്റെ സ്വാമിക്ക് നീ നാഥനായതുകൊണ്ട് ഭാവിയിൽ ലോകം നിന്നെ സ്വാമിനാഥൻ എന്ന് വിളിക്കട്ടെ എന്ന് ശ്രീപാർവതി മുരുകനെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത് അതിനുശേഷമാണ്. പക്ഷേ നമ്മളതിനെ നോക്കിക്കാണുമ്പോൾ ഭഗവാൻ ഏറ്റവും അധികം അറിവിൻ്റെ മൂർത്തിയാണ് മുരുകൻ. ജ്ഞാനമൂർത്തി എന്നാണ് ഭഗവാനെ വിളിക്കുകയും ചെയ്യുക. അച്ഛന് പോലും അദ്ദേഹം വേദം പറഞ്ഞു കൊടുത്തു എന്നും പറയാറുണ്ട്. പക്ഷെ എങ്കിലും നമ്മളവിടെ കാണാതെ പോകുന്ന ഒരു ഗുണം മഹാദേവന്റെ കൂടിയാണ്. നോക്കൂ, മഹാദേവൻ ആ കുട്ടിയുടെ മുമ്പിൽ ഒരു ശിഷ്യഭാവത്തിൽ, അദ്ദേഹത്തിന് അറിയാത്തതായിട്ട് ഒരു ഓങ്കാരത്തിൻ്റെ അർത്ഥമില്ല എങ്കിൽ പോലും ആ കുട്ടി മുരുകൻ പറയുന്നത് കേട്ട് ശ്രദ്ധയോടുകൂടി അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ശിഷ്യഭാവത്തിൽ ലോകത്തിന് മുഴുവൻ ഗുരുനാഥനായിട്ടുള്ള മഹാദേവൻ ചെന്നിരുന്നു എന്നാണ്. ആ ഉപദേശമൊക്കെ കഴിഞ്ഞതിന് ശേഷം മുരുകനെ വേണ്ട രീതിയിൽ പ്രശംസിച്ചതിന് ശേഷം ഭഗവാൻ പറയുന്നുണ്ട്, ഉണ്ണി, എത്രയൊക്കെ ആയാലും ബ്രഹ്മാവിനെ പോലൊരാളെ ബഹുമാനിക്കാതിരുന്നത് ശരിയായില്ല, അദ്ദേഹത്തെ തടവിലിട്ടത് ശരിയായില്ല, അതിൻ്റെ കർമ്മഫലം ഉണ്ണി അനുഭവിച്ചേ തീരൂ. അതാണ് ശരിയായിട്ടുള്ള ഒരു അച്ഛൻ്റെ രീതി. കുട്ടി വിദ്യയുടെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളാണെങ്കിലും പരമമായിട്ടുള്ള അറിവ് അവൻ അറിയാമെന്നുണ്ടെങ്കിലും മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളത് കുട്ടികളുടെ ധർമ്മമാണ്. ബ്രഹ്മാവിനെ ഭഗവാൻ തടവിലിട്ടു എന്നുള്ളത് മഹാദേവൻ കണക്കാക്കുന്നത് മുരുകൻ ആ മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ള കർമ്മത്തിൽ നിന്ന് ചെറിയ വീഴ്ച
ഭഗവാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് പ്രായശ്ചിത്തായിട്ട് ഭൂമിയിൽ പോയി തപസ് ചെയ്യാൻ ഭഗവാൻ മുരുകൻ തീരുമാനിക്കുന്നു. ബ്രഹ്മാവിനെ തടവിലിട്ട പാപത്തിൻ്റെ പരിഹാരാർത്ഥം ഭഗവാൻ പോയിട്ട് ഭൂമിയിൽ തപസ് ചെയ്യായിരുന്നു അത്ര. ആ സമയത്ത് ശ്രീപാർവതി ദേവിക്ക് അതിയായിട്ടുള്ള ദുഃഖം, എൻ്റെ കുട്ടി ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നല്ലോ. ഭഗവാൻ ഒരു സർപ്പരൂപത്തിലാത്രേ ഭൂമിയിൽ വന്ന് തപസ് ചെയ്തിരുന്നത്. അപ്പോൾ അമ്മയ്ക്കിത് കാണുമ്പോൾ വലിയ വിഷമം. അമ്മ പോയിട്ട് മഹാദേവനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കുട്ടി ചെയ്തത് തെറ്റ് തന്നെയാണ്, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ എങ്കിലും ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ അവൻ അനുഭവിക്കുന്ന ഈ ദോഷത്തിന് കുറവ് സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ മഹാദേവൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തതാണത്രേ ഷഷ്ടിവ്രതം. എന്നുവെച്ചാൽ അമ്മ ആ വ്രതം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം മക്കൾ കൂടി കിട്ടും എന്നാണ്. അങ്ങനെ മുരുകൻ ചെയ്തിട്ടുള്ള ഒരു പാപപരിഹാരാർത്ഥം ആ അമ്മ കൂടി ഷഷ്ടിവ്രതം എടുത്തു എന്നൊരു കഥയുണ്ട്. അപ്പോൾ ഈ വൈശാഖ മാസത്തിൽ അമ്മ അനുഷ്ഠിച്ച ആ ഷഷ്ടിവ്രതം നമുക്കും ആചരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഭഗവാൻ നാരായണൻ്റെയും അതിയായിട്ടുള്ള കൃപ നമുക്കുണ്ടാവുന്നതാണ്. അതുകൊണ്ട് വ്രതങ്ങളൊക്കെ ശീലിക്കുക എന്നുള്ളത് സനാതനധർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് നോക്കുകയാണെങ്കിൽ ഏകാദശിയോ തിരുവാതിരയോ ഷഷ്ടിയോ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും ഒരു മാസം നമ്മുടെ വീട്ടിലെ കുട്ടികളെ കൊണ്ട് നോൽപ്പിക്കുക. ആദ്യമൊക്കെ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമം വേണ്ടിവരും. അതിൻ്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടികൾ സ്വമേധയാ ഷഷ്ടിയൊക്കെ നോക്കുന്ന രീതി ഉണ്ടാവും എന്നുള്ളത് പല ഗ്രഹങ്ങളിലും തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഷഷ്ടിവ്രതത്തിൻ്റെ മാഹാത്മ്യത്തെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പുതിയ തലമുറയിലുള്ള കുട്ടികളൊക്കെ തന്നെ ഈ ഷഷ്ടിവ്രതമൊക്കെ എടുക്കുന്ന രീതിയിലേക്ക് മാറട്ടെ എന്ന് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയോടും നാരായണനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.